ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി, ശക്തി വരുന്നു, ഭയപ്പെടാതെ നടന്നു. ദൈവപിതാവിൻ ശക്തി, സ്പീഡിൽ പൊക്കോ, സ്തുതിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. കൂളായിട്ട് ഇറങ്ങുകയും കയറുകയും ചെയ്ത്, കൂളായിട്ട് ഇറങ്ങുകയും കയറുകയും ചെയ്തു. അവിടുത്തെ പ്രാഭവത്തിനനുസൃതമായ ശക്തി. ഇതെന്നാ അറിയാം? ഈ വചനം കയറിക്കെ 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 നിർത്തണ്ട നിർത്തണ്ട നിർത്തണ്ട. ഇതെങ്ങനെയാണെന്നറിയാം? ഈ വചനം നമ്മള് പുസ്തകത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഇത് നമ്മൾ വിളിച്ചു പറഞ്ഞ് നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരണം. ഒന്ന് ചിന്തിച്ച് ചോദിക്കുക, നമ്മുടെ വീടിന് മേളിൽ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അത് വെള്ളം മുഴുവൻ നിറഞ്ഞു കിടന്നാലും എൻ്റെ റൂമിലേക്ക് പൈപ്പില്ലെങ്കിൽ തീർച്ചയായിട്ടും വരില്ല എന്ന് പറഞ്ഞ പോലെയാണ്. കൊളോസോസ് 1:11 ബ്രദറിന്റെ മുട്ട എന്നാ പറ്റിയത്? ഒരു കാലം ഇങ്ങോട്ട് പോയി, മൊത്തം ഒരു കുഴിയിലേക്ക് പോയിട്ട് മൊത്തം അങ്ങോട്ട് പോയി. 3 ബോളും തകർച്ചയിൽ പൊട്ടിയത് കഴിഞ്ഞ ആഴ്ച. 3 ബോളുവാ. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് ഈ വചനം അങ്ങ് വിശ്വസിക്കുക. നമ്മൾ ഏത് വചനം? കൊളോസസ് 1:11. അവിടുത്തെ മഹത്വത്തിന്റെ പ്രാഭവത്തിനനുസൃതമായി. ഹല്ലേലൂയ. എന്നാൽ മറ്റൊരു ജ്ഞാനം കിട്ടുകയാണ്. അതെല്ലാം അറിവാണ്. അറിവെല്ലാം ഇന്റലക്ച്വൽ ആണ്. ജ്ഞാനം എന്ന് പറയുന്ന ആത്മാവിൽ ലഭിക്കുകയാണ്. ഇൻഫർമേഷനും ഉണ്ട്, റെവലേഷനും ഉണ്ട്. റെവലേഷൻ എന്ന് പറയുന്ന ആത്മാവിൽ ലഭിക്കുന്ന പ്രചോദനം. ഇൻഫർമേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ വായിച്ച് നമുക്ക് തലയ്ക്കകത്ത് കിട്ടിയ അറിവാണ്. ഇൻഫർമേഷൻ അവിടെ ഇരുന്നിട്ട് നമ്മൾ തീരുമ്പോൾ തീർന്നു. ഹല്ലേലൂയ. എന്നാൽ റെവലേഷൻ ഉണ്ടല്ലോ, വെളിപാട്, നമ്മൾ തീരുമ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. എല്ലാം സഹിക്കാനും എല്ലാം ക്ഷമിക്കാനും. ഹല്ലേലൂയ. ചെയ്ത് പല പ്രാവശ്യം ചെയ്ത് ഭയത്തെ മാറ്റി ചെയ്ത് കൈയടിച്ചു.